ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമിയാണ്. ടാക്സോണമി രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗമായി ഈ വീഡിയോയിൽ നമ്മൾ ടാക്സോണമിയുടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സിൽ വരുന്ന 3 ഡിസിപ്ലിൻസ്, പിന്നെ ഏർലി സിസ്റ്റമാറ്റിക്സിൽ വരുന്ന അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ലീനിയർ ക്ലാസിഫിക്കേഷൻ, മോഡേൺ ട്രെൻഡ്സിൽ ഫെനറ്റിക്സ്, ക്ലാഡിസ്റ്റിക്സ്, മോളിക്കുലാർ ടാക്സോണമി, എവല്യൂഷണറി ടാക്സോണമി, പിന്നെ ഇവയുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകളും, പിന്നെ 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം നെയിം ചെയ്ത ഓർഗാനിസംസിനെയെല്ലാം ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റിന് വിധേയമാക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റമാറ്റിക്സ് നടക്കുന്നുമെങ്കിൽ 3 ഡിസിപ്ലിൻസ് ഉണ്ടാവണം. ഫസ്റ്റ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ, 2 ടാക്സോണമി, 3 ഫൈലോജനി. അതിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത്രമാത്രം ഓർത്താൽ മതി. അതായത് ഒരു സ്പീഷീസിനെ, ഏറ്റവും ബേസിക് ടാക്സോണമിക് യൂണിറ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനുശേഷം അവയെ അവയുടെ ക്ലാസിഫിക്കേഷനിലെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. ഇത്ര മാത്രമാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഓർഗാനിസംസിനെയെല്ലാം അതിൻ്റെ ടാക്സയിൽ പ്ലേസ് ചെയ്യണം. അതായത് ടാക്സോണമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. കണ്ടുപിടിച്ച പുതുതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഓർഗാനിസംസിനെ റൂൾസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനാവശ്യമായ ചില റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇവയുടെയൊക്കെ ബേസിൽ പുതിയൊരു ടാക്സിലേക്ക് അതിനെ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് ടാക്സോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല ഡെഫിനേഷൻ ഇതാണ്: ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ഫൈലോജനി എന്ന് പറയുന്നത്. ഫൈലോജനിയിൽ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ടാക്സിലേക്കും പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഗാനിസംസിനെ അല്ലെങ്കിൽ സ്പീഷീസിനെ അവ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പും അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം ഐഡൻറ്റിഫൈ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഫൈലോജനറ്റിക്സിൽ വരുന്നത്. ഈ 3 ഡിസിപ്ലിൻസും കറക്റ്റായിട്ട് നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് കംപ്ലീറ്റ് ആയി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഈ ടാക്സോണമി തന്നെ 3 സ്റ്റേജായിട്ടായിരുന്നു നടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് വരുന്നതാണ് ആൽഫ ടാക്സോണമി എന്ന് പറയും. ആൽഫ ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവയുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി അവയെ ഡിസ്ക്രൈബ് ചെയ്ത ശേഷം അവയെ പേരിട്ട് അവയുടെ ആ സ്പീഷീസിന് ഒരു നെയിം ചെയ്ത് വെക്കുകയാണ് ആൽഫ ടാക്സോണമി. അതായത് സ്പീഷീസ് ലെവലായിട്ടുള്ള ഒരു റെക്കഗ്നേഷനെയാണ് ആൽഫ ടാക്സോണമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സ്പീഷീസ് ലെവലിന് എബോവ് ആയിട്ടുള്ള കാറ്റഗറീസിലേക്കുള്ള സ്പീഷീസിൻ്റെ തന്നെ അറേഞ്ച്മെൻറ്റാണ് ബീറ്റ ടാക്സോണമിയിൽ വരുന്നത്. ഇനി അതിനുശേഷം ഗാമ ടാക്സോണമിയിലാകട്ടെ ഇവ തമ്മിലുള്ള, അതായത് ഈ ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവൻ്റെ ഇൻ്റർ സ്പെസിഫിക് ആയിട്ടുള്ള വേരിയേഷൻസും അനലൈസ് ചെയ്യുകയാണ് ഗാമ ടാക്സോണമിയിൽ. അപ്പോൾ ടാക്സോണമിയിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് ആൽഫ ടാക്സോണമി, ബീറ്റ ടാക്സോണമി ആൻഡ് ഗാമ ടാക്സോണമി. ഇനി നമുക്ക് ഏർലി സിസ്റ്റമാറ്റിക്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ്റെ ഒരു തുടക്കം തന്നെ എന്ന് പറയുന്നത് BCയിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഓർഗാനിസംസിനെയെല്ലാം വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് എന്ന 2 കാറ്റഗറിയിലാക്കി ക്ലാസിഫൈ ചെയ്തു. വിത്ത് റെഡ് ബ്ലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിബ്രേറ്റ്സും വിത്തൗട്ട് റെഡ് ബ്ലഡ് എന്ന് വെച്ചാൽ ഇൻവെർട്ടിബ്രേറ്റ്സുമാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം ജനീറയും അതുപോലെ സ്പീഷീസ് എന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്ന കാൾ ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ടാക്സയുടെ ലെവലിലല്ലായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കൂടി ആ ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത ഈ വിത്ത് റെഡ് ബ്ലഡിനെ അദ്ദേഹം 5 ജനീറയിലേക്കായിട്ട് ആ ഓർഗാനിസംസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ആ 5 ജനീറകളാണ് വിവിപാരസ്, ഓവിപാരസ്, വെയിൽസ്, ഫിഷസ് ആൻഡ് ബേർഡ്സ്. ഇനി
വിത്തൗട്ട് റെഡ് ബ്ലഡിൽ വരുന്നതാണ് സെഫാലോപോഡ്സ്, ക്രസ്റ്റേഷ്യൻസ്, ഇൻസെക്ട്സ്, ഷെൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ് ആനിമൽസ്. ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്ത്, അതൊരു ജനീറ ലെവലിൽ ക്ലാസിഫൈ ചെയ്ത് അരിസ്റ്റോട്ടിൽ വെക്കുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ അദ്ദേഹം മറ്റൊരു തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു. അതായത് ഓർഗാനിസംസിൻ്റെ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതൊരു സ്കെയിലാക്കി കൺസിഡർ ചെയ്തുകൊണ്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തു. ആ ഒരു സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് സ്കെയില നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് നേച്ചർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? അദ്ദേഹം ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ജനീറ സ്പീഷീസ് ലെവലിലേക്ക് ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ളൊരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് സ്കെയില നാച്ചുറൽ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു കൺവെൻഷണൽ ആ ഒരു രീതി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു, അതായത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയെ ബേസ് ചെയ്തിട്ട്. ഇനി ഇദ്ദേഹം കഴിഞ്ഞ ശേഷം, അരിസ്റ്റോട്ടിൽ കഴിഞ്ഞ ശേഷം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും അതിൻ്റെ ഒരു വാല്യൂ നിലനിൽക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ടുവന്നത് ജോൺ റേ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ഹിസ്റ്റോറിയ പ്ലാന്റേറിയത്തിലൂടെ അദ്ദേഹം പ്ലാന്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ഈ ഒരു ഐഡിയയാണ് മോഡേൺ ടാക്സോണമിയിലെ മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ലിനിയൻ ടാക്സോണമി എന്ന് പറയുന്നത്. ലിനിയൻ ടാക്സോണമിയിൽ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ, കാൾ ലിനിയസിനെ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരു മോഡേൺ സിസ്റ്റമാറ്റിക്സ് കൊണ്ടുവന്നത് കാൾ ലിനിയസ് ആയിരുന്നു. അദ്ദേഹം ഓർഗാനിസംസിനെ എല്ലാം ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതും അവയുടെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്കീമിൽ അദ്ദേഹം ഈ ഓരോ ആനിമൽസിനെ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഒരു ഗ്രൂപ്പിനെ ടാക്സ എന്ന് പറയുന്നു. അതിൽ ഏറ്റവും താഴെ വരുന്നതാണ് സ്പീഷീസ്. സ്പീഷീസിന് മുകളിലായിട്ട് ജീനസ് മുകളിലായി ഫാമിലി, അതിന് മുകളിൽ ഓർഡറിന് മുകളിൽ ക്ലാസ്, ദെൻ ഫൈലം ആൻഡ് കിങ്ഡം. ഈ ലെവലിലായിരുന്നു അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ് ലാർജസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇൻ ഹൈറാർക്കി എന്ന് പറയുന്നത് കിങ്ഡവും, സ്മോളസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഇൻ ഹൈറാർക്കി എന്ന് പറയുന്നത് സ്പീഷീസുമായിരുന്നു. പിന്നെ അദ്ദേഹം വിചാരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്, അതിനൊരിക്കലും ചേഞ്ചസ് വരുന്നില്ല എന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ട്സ് നോക്കാം. ഹീസ് എ ഫാദർ ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ ആൻഡ് പുള്ളിയുടെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള വർക്കാണ് സിസ്റ്റം ആൻഡ് നാച്ചുറി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ അദ്ദേഹം ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഒരു കോമൺ നെയിം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി സയൻറ്റിഫിക് ആയിട്ട് ഓരോ ഓർഗാനിസംസിനും പേരിടാനായിട്ട് തുടങ്ങി. അതിൽ ഈ ബൈനോമിയൽ നോമെൻക്ലേച്ചറിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമിന് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജീനസ് നെയിമും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്പീഷീസ് റെപ്രസെൻറ്റേഷനുമാണുള്ളത്. ആദ്യത്തേൽ ജീനസ് നെയിം, നെക്സ്റ്റ് സ്പീഷീസ് റെപ്രസെൻറ്റേഷൻ. ഇത് രണ്ടും കൂടി ഉള്ളതാണ് ആ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നു. അതിനെ നമ്മൾ ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്നാണ് വിളിക്കുന്നത്. ഇനി മോഡേൺ ട്രെൻഡ്സ് എന്ന് പറയുമ്പോഴേക്കും സയൻസിൻ്റെ വളർച്ച കൊണ്ട് തന്നെ ഒരുപാട് മേഖല, മോളിക്കുലാർ ലെവലിൽ, സൈറ്റോളജിക്കൽ ലെവലിൽ, അതുപോലെ എംബ്രിയോളജിക്കൽ, ഒരു എക്കോളജിക്കൽ ലെവലിലുമൊക്കെ ആയിട്ട് ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെ മാറാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് മോളിക്കുലാർ അപ്രോച്ച്, എംബ്രിയോളജിക്കൽ അപ്രോച്ച്, എക്കോളജിക്കൽ അപ്രോച്ച്, ഇതൊക്കെ ഈ ക്ലാസിഫിക്കേഷനെ വളരെയധികം സ്വാധീനിച്ചു. അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ടാക്സോണമി ഇങ്ങോട്ടേക്ക് വന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സോണമികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഫെനറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നു. ഇതിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഓവറോൾ മോർഫോളജിക്കൽ ആൻഡ് ജെനറ്റിക് സിമിലാരിറ്റിനെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസംസിനെല്ലാം ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ന്യൂമറിക്കലിയാണ് കോഡ് ചെയ്യുന്നത്. കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സഹായത്തോടുകൂടിയാണ് ഈ സ്പീഷീസ് തമ്മിലുള്ള സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ച് ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടിയാണ്.
അതുകൊണ്ടാണ് ക്യാരക്ടേഴ്സ് എല്ലാം ന്യൂമറിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടാക്സോണമിക്ക് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന പേര് വരാനായിട്ടുള്ള കാരണം. ഇനി ഫീനോഗ്രാം എന്താണെന്ന് നോക്കാം. ഫീനോഗ്രാം ഷോസ് ദ പെർസെൻറ്റേജ് സിമിലാരിറ്റി ബിറ്റ്വീൻ സ്പീഷീസ്. സ്പീഷീസ് തമ്മിലുള്ള പെർസെൻറ്റ് ഓഫ് സിമിലാരിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഫീനോഗ്രാം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫെനറ്റിക്സ് യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസിൻ്റെ എല്ലാം ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ്. ഇനി അടുത്താണ് എവല്യൂഷണറി ടാക്സോണമി എന്ന് പറയുന്നത്. എവല്യൂഷണറി ടാക്സോണമി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡാർവിൻ്റെ തിയറിയെ തന്നെയാണ്. അതായത് പാലൻജിയോളജിക്കൽ ഡേറ്റ വെച്ചിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തു. അതുകൂടാതെ തന്നെ ഫൈലോജെനറ്റിക്കുള്ള റിലേഷൻഷിപ്പ് കൂടാതെ തന്നെ അവയുടെ മോർഫോളജിക്കൽ റിസംബ്ലൻസിനെയും ഓർഗാനിസംസ് തമ്മിലുള്ള മോർഫോളജിക്കൽ റിസംബ്ലൻസിനെയും ബേസ് ചെയ്തിട്ടാണ് എവല്യൂഷണറി ടാക്സോണമി ചെയ്യുന്നത്. എവല്യൂഷണറി ടാക്സോണമിയിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് പീരീഡിലാണ് ഇവ ഒറിജിനേറ്റ് ചെയ്തത് അതിനെ ബേസ് ചെയ്ത് അതൊരു ഹൈറാർക്കൽ മെത്തേഡിൽ തന്നെയാണ് ഇതും ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്നത്. ഇത് പാരാഫൈലറ്റിക് ഗ്രൂപ്പുകളായിരിക്കും ഈ എവല്യൂഷണറി ടാക്സോണമിയിൽ മെയിനായിട്ടും വരുന്നത്. പാരാഫൈലറ്റിക് എന്താണെന്ന് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാം. ഇനി അടുത്താണ് ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ക്ലാഡിസം അല്ലെങ്കിൽ ഫൈലോജെനറ്റിക് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നു. ഈ ആശയം കൊണ്ടുവന്നത് വില്ലി ഹെന്നിങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി ക്ലെയ്ഡ് എന്താണെന്ന് നോക്കാം. ക്ലെയ്ഡ് ഈസ് എ ബയോളജിക്കൽ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് റീസെൻ്റ്ലി ഡിറൈവ്ഡ് ഫ്രം കോമൺ ആൻസിസ്ട്രൽ സ്പീഷീസ്. കോമൺ ആൻസിസ്ട്രൽ സ്പീഷീസിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരു പുതിയ ക്യാരക്ടറോടുകൂടി ഡിറൈവ് ചെയ്ത് വന്ന പുതിയ സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മോണോഫൈലറ്റിക് ഗ്രൂപ്പായിരിക്കും. എവല്യൂഷണറി ടാക്സോണമി എപ്പോഴും പാരാഫൈലറ്റിക് ഗ്രൂപ്പാണെങ്കിൽ ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറയുന്നത് മോണോഫൈലറ്റിക് ഗ്രൂപ്പാണ്. ഇത് തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് തന്നെയാണ്. ഇനി ക്ലാഡിസ്റ്റിക് ടാക്സോണമി ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷനിൽ സാധാരണ ഉപയോഗിക്കുന്നത് ആൻസിസ്റ്ററും കോമൺ ആൻസിസ്റ്ററിൽ വന്ന ഡിസെൻഡൻസും അവയുടെ ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്, കോമൺ ആൻസിസ്റ്ററിൽ നിന്നും പുതിയത് ഉണ്ടായ ആ ഒരു ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാഡിസ്റ്റിക് ടാക്സോണമി നടക്കുന്നത്. ഇനി ക്ലാഡോഗ്രാം എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ ബ്രാഞ്ചിങ് ഡയഗ്രാം ദാറ്റ് ഡെപിക്റ്റ് സ്പീഷീസ് ഡൈവർജൻസ് ഫ്രം കോമൺ ആൻസിസ്റ്റർ. കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടായ പുതിയൊരു സ്പീഷീസ് ഡൈവർജൻസിനെ കാണിക്കുന്ന ബ്രാഞ്ചിങ് ഡയഗ്രത്തെയാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. അത് ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിൽ ആ ഒരു ക്ലാസിഫിക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ക്ലാഡോഗ്രാമിന് നമുക്ക് ഒരു ഫൈലോജെനറ്റിക് ട്രീ എന്ന് തന്നെ പറയാം. ഇത് ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഫോം ഓഫ് എ സീരീസ് ഓഫ് ഡൈക്കോട്ടോമസ് ബ്രാഞ്ചസ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന വെർട്ടിബ്രേ, ബോണി സ്കെൽറ്റൻ, ഫോർ ലിംസ് എന്നൊക്കെ പറയുന്നത് ഈ ഓരോ കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണത്. അതിൽ നിന്നുണ്ടായിരിക്കുന്ന ഓർഗാനിസംസാണ് മോളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ ക്ലാഡോഗ്രാം എന്നത്. ഇനി ഇവയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത് മോണോഫൈലറ്റിക്കും എവല്യൂഷണറി എന്ന് പറഞ്ഞാൽ പാരാഫൈലറ്റിക്കും എന്ന് പറഞ്ഞു. അതെന്താണ് നമ്മളിവിടെ നോക്കുന്നത്. മോണോഫൈലറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്റർ, ഒരു സിംഗിൾ ആൻസിസ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ഡിസെൻഡൻറ്റ് സ്പീഷീസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് മോണോഫൈലറ്റിക് എന്ന് പറയുന്നത്. ഇനി പാരാഫൈലറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളുന്നില്ല. ഒരു റീസെൻ്റ് കോമൺ ആൻസിസ്റ്ററും അതിൽ നിന്നുണ്ടായ ഡിസെൻഡൻസിനെ മാത്രം വെച്ചുകൊണ്ട് കുറച്ച് ഡിസെൻഡൻറ്റ് സ്പീഷീസ് ഒരു കോമൺ ആൻസിസ്റ്റർ മാത്രം വെച്ചുള്ളതാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ പോളിഫൈലറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടായ ഡിസെൻഡൻസുകൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ചില ടെക്സ്റ്റുകളിൽ മോണോഫൈലറ്റിക് ടാക്സ എന്ന് പറയുന്നത്, മോണോഫൈലറ്റിക് ടാക്സ, പാരാഫൈലറ്റിക് ടാക്സ, പോളിഫൈലറ്റിക് ടാക്സ എന്നും കൂടി പറയുന്നുണ്ട്. അത് രണ്ടും അതും ഒന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ മോണോഫൈലറ്റിക് ആണ്. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. കോമൺ ആൻസിസ്റ്റർ ഇവിടെ ബി ആണ്. ബിയിൽ നിന്നും സിയും എഫും ഉണ്ടായി.
സി വീണ്ടും ഡിവൈഡഡ് അല്ല, സിയിൽ നിന്നും വീണ്ടും ഡിയും ഇയും ഉണ്ടായി, എഫിൽ നിന്നും ജി വെച്ചുണ്ട്. അപ്പോൾ ആ ബി എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആൻസിസ്റ്ററും ബാക്കിയുള്ളവയെല്ലാം അവയിൽ നിന്നുണ്ടായ പുതിയ സ്പീഷീസുമാണ്. അപ്പോൾ അവയെല്ലാം കൂടി ചേർന്നതാണ് എന്താണ് മോണോഫൈലറ്റിക് എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ പോളിഫൈലറ്റിക്കാണ്. അവിടെ എന്ന് പറയുന്നത് അവയ്ക്ക് കോമൺ ആൻസിസ്റ്റർ അല്ല, രണ്ടിൻ്റെയും ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടായ പുതിയ ജനറേഷനിലെ സ്പീഷീസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ഗ്രൂപ്പാണ് പോളിഫൈലറ്റിക് എന്ന് പറയുന്നത്. ഇനി പാരാഫൈലറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, റീസെൻ്റ് ആയിട്ടുള്ളൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. പക്ഷേ അവയിൽ നിന്നും ഉണ്ടായ എല്ലാ ഡിസെൻഡൻറ്റിൻ്റെയും കൂടിയില്ല, കുറച്ച് ഡിസെൻഡൻറ്റ് സ്പീഷീസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഇനി അടുത്താണ് മോളിക്കുലാർ ടാക്സോണമി. മോളിക്കുലാർ ടാക്സോണമിയെ പറയുന്നവർ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് എന്നും കൂടി പറയും. കാരണം ഇത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി മോളിക്കുലാർ ലെവലിലുള്ള അനാലിസിസ് നടത്തി. പ്രധാനമായിട്ടും RNA, DNA, പ്രോട്ടീൻ സീക്വൻസസുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു റിസംബ്ലൻസ് ഒക്കെ കണ്ടെത്തി, അവ തമ്മിലുള്ളൊരു സിമിലാരിറ്റീസ് കണ്ടെത്തി ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ സഹായത്തോടുകൂടി ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നൊരു മെത്തേഡാണ് മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് എന്നുകൂടി പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്പീഷീസൊക്കെ ഏകദേശം ഐഡൻറ്റിക്കൽ ആണെന്നൊക്കെ പറയുമെങ്കിലും ഓരോ സ്പീഷീസിൻ്റെയും മോളിക്കുലാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മോളിക്കുലാർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസിനെയും പിന്നെ ചിലതൊക്കെ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റീസും കാണിക്കും. ആ ഒരു പർട്ടിക്കുലർ സ്വഭാവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ മോളിക്കുലാർ ടാക്സോണമി വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കിങ്ഡം ലെവലിലുള്ള ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ആദ്യം നമുക്ക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനേഴ്സ് ആണ്. കാൾ ലിനേഴ്സ് 1757 ഓർഗാനിസംസിനെല്ലാം പ്ലാന്റ്, അനിമലിയ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. അതിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ഡിവിഷനുണ്ടായ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഐഡിയ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഡിഡ് നോട്ട് മൂവ് അറൗണ്ട്, ഡിഡ് നോട്ട് ഈറ്റ്, ഹാഡ് എ സെൽ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് വാൾ. ഇതായിരുന്നു അത് ക്ലാസിഫൈ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി ആനിമലിനെ സംബന്ധിച്ചിടത്തോളം ആനിമൽസ് കുഡ് മൂവ് അറൗണ്ട്, ഡിഡ് ഈറ്റ് ആൻഡ് ലാക്ക് സെൽ വാൾ. ഇതാണ് ആനിമൽസ്. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഓർഗാനിസംസിനെ ആനിമൽസെന്നും പ്ലാന്റ്സെന്നും തന്നെ ഡിവൈഡ് ചെയ്തത്. ഇനി 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ഏണസ്റ്റ് ഹേക്കൽ ആയിരുന്നു. അദ്ദേഹം കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമലിയ എന്നും പറഞ്ഞ 3 കിങ്ഡങ്ങളിലായിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തു. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ആൽഗെ, ഫഞ്ചി, പ്രോട്ടോസോവ, ബാക്ടീരിയ. കിങ്ഡം പ്ലാന്റിൽ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്. ആൻഡ് കിങ്ഡം അനിമലിയൽ ഇൻവെർട്ടിബ്രേറ്റ്സും വെർട്ടിബ്രേറ്റ്സും. ഇത്രയുമാണ് അദ്ദേഹവും ഉൾക്കൊള്ളിച്ചത്. ഈ 4 കിങ്ഡം ക്ലാസിഫിക്കേഷന് കോപ്ലാൻഡ് ആണ് 1956 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് കിങ്ഡം മൊണീറ, അതിൽ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പ്രിമിറ്റീവ് യൂക്കാരിയോട്ടിക് പ്ലാന്റ്സ് ആണ്. കിങ്ഡം മെറ്റാഫൈറ്റയിൽ അഡ്വാൻസ്ഡ് യൂക്കാരിയോട്ടിക് ആനിമൽസും. ലാസ്റ്റ് മെറ്റാസോവയിൽ അഡ്വാൻസ്ഡ് യൂക്കാരിയോട്ടിക് ആനിമൽസുമാണ് ഉൾപ്പെട്ടത്. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 1969 അമേരിക്കൻ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എച്ച് വിറ്റാക്കറാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ അദ്ദേഹം ഓർഗാനിസംസിനെയെല്ലാം 5 കിങ്ഡങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് കിങ്ഡം മൊണീറ, അത് പ്രോക്യാരിയോട്സ് ആണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ പോലുള്ളവയൊക്കെല്ലാം അവ യൂണിസെല്ലായിട്ടുള്ള പ്രോക്യാരിയോട്സ് ആയിരുന്നു. പിന്നീട് അടുത്ത കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടോസോവ എന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റയിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, സൂ പ്ലാങ്ക്ടൺസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയത്. ഇനി കിങ്ഡം ഫഞ്ചിയിൽ വരുമ്പോഴേക്കും യൂണിസെല്ലുലായിട്ടുള്ള ഈസ്റ്റ്, അതുപോലെ മൾട്ടി സെല്ലുലായിട്ടുള്ള യൂക്കാരിയോട്സ്, മോൾസ്, മഷ്റൂംസ് എല്ലാം തന്നെ കിങ്ഡം ഫഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചത്. കിങ്ഡം പ്ലാന്റയിലാണ്
ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ഫേൺസ്, ജിംനോസ്പേംസ്, മൾട്ടിസെൽഡ് യൂക്കാരിയോട്സ് ഉൾക്കൊള്ളിച്ചത്. അവയ്ക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകതയാണ് സെല്ലോസിക് സെൽ വോൾ, പ്രസൻസ് ഓഫ് പ്ലാസ്റ്റിഡ്സ്. ഇത്രയും അതിൻ്റെ ഒരു കിങ്ഡം പ്ലാന്റയിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവ ഓട്ടോട്രോഫിക്കും ആണ്. കിങ്ഡം ആനിമലിൽ വരുന്നത് സ്പോഞ്ച്, ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ് ആൻഡ് മൾട്ടി സെൽഡ് യൂക്കാരിയോട്സ് ആണ്. അവയുടെ ഒരു പ്രത്യേകതയാണ് വിത്തൗട്ട് സെൽ വോൾ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. പിന്നെ ഹെറ്ററോട്രോഫിക് ആണ്, ഹൈലി മോട്ടൈൽ ആണ്, പിന്നെ ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനും കൂടി കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കിങ്ഡം ലെവൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 3 ഡൊമൈൻ സിസ്റ്റം. 3 ഡൊമൈൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ഊസ് ആണ്. അദ്ദേഹം RNA-യുടെ സീക്വൻസുകൾ, ഡിഫറെൻറ്റ് ഓർഗാനിസംസിൻ്റെ RNA-യുടെ സീക്വൻസുകൾ കമ്പയർ ചെയ്തിട്ടാണ് അവയുടെ കോമൺ ആൻസിസ്റ്ററിൽ നിന്നുണ്ടായ ഓർഗാനിസംസിനെയെല്ലാം ക്ലാസിഫൈ ചെയ്തത്. ഇതിനെ ഓരോ ഗ്രൂപ്പ് ആക്കി ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 ഡൊമെയിൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഇത് കിങ്ഡം ലെവലിനേക്കാൾ എബോവ് ആയിട്ടാണ്, ഒരു സൂപ്പർ ടാക്സോൺ ആയിട്ടാണ് ഈ ഡൊമെയിനെ കാണുന്നത്. അതിൽ 3 ഡൊമെയിൻ എന്ന് പറയുന്നത് ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യൂക്കാരിയ. ഇതിൽ ബാക്ടീരിയയിൽ വരുന്ന പ്രിമിറ്റീവാണ്, റിലേറ്റീവ്ലി സ്മോൾ പ്രോക്യാരിയോട്സ് വിത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോളാണ്. ഇതിൽ ആർക്കിയയിൽ മോർ കോംപ്ലക്സ് പ്രോക്യാരിയോട്സ് സിമിലർ ടു യൂക്കാരിയോട്സ് ആണ്, വിത്ത് ലാക്ക് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ. ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ഉള്ളപ്പോഴേക്കും ആർക്കിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ഇല്ല. യൂക്കാരിയോട്ടിക്കിനോട് കുറേ കൂടി സിമിലർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോക്യാരിയോട്സ് ആണ് ആർക്കിയയിൽ വന്നത്. പിന്നീട് ആർക്കിയയിൽ നിന്നൊരു ഡിവിഷൻ മൂലമുണ്ടായതാണ് യൂക്കാരിയ എന്ന് പറയുന്നു. യൂക്കാരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം തന്നെയാണ് യൂക്കാരിയയിൽ വന്നിരിക്കുന്നത്. അതിലാണ് ഈ പ്ലാന്റ്, ആനിമലിയെ, ഫഞ്ചി, പ്രോട്ടിസ്റ്റ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ, ഇതാണ് 3 ഡൊമെയിൻ എന്ന് പറയുന്നത്. ബാക്ടീരിയയാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ എല്ലാം ഉൾക്കൊള്ളുന്നത്. ആർക്കിയ എന്ന് പറയുമ്പോൾ കുറേ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രോക്യാരിയോട്സും എന്നാൽ യൂക്കാരിയോട്സിനോടുകൂടി സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നവയാണ് അതിൽ ഉൾപ്പെട്ടത്. അതിനുശേഷം ആർക്കിയയിൽ നിന്നൊരു ഡിവിഷൻ മൂലമുണ്ടായതാണ് യൂക്കാരിയ എന്ന് പറയുന്നു. യൂക്കാരിയയിലാണ് പ്ലാന്റ്സും ഫഞ്ചിയും ആനിമൽസും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് 3 ഡൊമെയിൻ സിസ്റ്റം. അപ്പോൾ ഇന്ന് നമ്മൾ ടാക്സോണമിയുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു.